ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അരോമിക് ഹെർബൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. എനിക്കത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ഞാൻ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ വളരെ സ്പെഷ്യലായിട്ടുള്ള വീഡിയോ. വേറെ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വേഗം പോയി നോക്കാം. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ഈ ഒരു സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ മെഷർമെൻറ്റ് മെഷറൊക്കെ ചെയ്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സിംഗിൾ ഓയിൽ സോപ്പാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സോപ്പ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു സ്പെഷ്യൽ സംഭവത്തിലാണ് കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ ഓയിൽ എടുത്ത് വെച്ചു. നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ കാസ്റ്റിക് സോഡ വെള്ളം മിക്സ് ചെയ്ത് അത് റൂം ടെമ്പറേച്ചറിലേക്ക് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്റ്റീലർ വെച്ചിട്ട് അത് ഈ ഓയിലിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്യണം. അതിൻ്റെ പരിപാടികളിലേക്കൊക്കെ വേഗം പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് കോഫി മിൽക്ക് വെച്ചിട്ടുള്ളൊരു സോപ്പാണ് കേട്ടോ. നമ്മൾ മെൽറ്റ് ആൻഡ് പോറിൽ ചെയ്യാറുണ്ട് കോഫി ഹണി വെച്ചിട്ട്. അല്ലാതെ ഇത് കോൾഡ് പ്രോസസ്സിങ്ങിൽ നമ്മൾ കോഫി മിൽക്ക് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സോപ്പാണിത്. അപ്പോൾ നമുക്ക് ഇത് വേഗം ബ്ലെൻഡ് ചെയ്യാം. നമ്മുടെ കാസ്റ്റിക് സോഡ ഓയിൽ മിക്സ് ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ഞാൻ രാവിലെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് മിസ്റ്റേക്ക് പറ്റരുതല്ലോ. നമുക്ക് ആദ്യം പറ്റിയതുപോലെ മിസ്റ്റേക്ക് പറ്റാൻ വേണ്ടി പാടില്ല. അപ്പോൾ അത് നന്നായിട്ട് ആലോചിച്ച് കുറേ സമയം അതിലേക്ക് മാറ്റി വെച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഒരു സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. ശരിക്കും നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ആ ഒരു സംഭവത്തിലായിരുന്നില്ല. നോർമൽ നമ്മുടെ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഓവൽ ഷേപ്പിൽ വരുന്ന ആ ഒരു മോൾഡില്ലേ, അതിൽ സെറ്റാക്കാം. അല്ലെങ്കിൽ ഫ്ലവറിൻ്റെ ഡിസൈൻ വരുന്ന കുറേ മോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഇതിലെങ്കിലും സെറ്റാക്കാം എന്നാണ് ഞാൻ മൈൻഡിൽ വെച്ചത്. പിന്നെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സമയത്താണ് എൻ്റെ കണ്ണിലൊരു സംഭവം പെട്ടെന്ന് ഉടക്കിയത്. അപ്പോൾ ആ ഒരു സംഭവത്തിൽ സെറ്റാക്കാമെന്ന് വിചാരിച്ച്. എന്താണെന്ന് ഞാൻ പറയുള്ളൂ, ഞാൻ ലാസ്റ്റ് ഞാൻ പറയുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ഓയിൽ കാസ്റ്റിക് സോഡ മിക്സ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. വളരെ തിക്കാവണ്ട കേട്ടോ. ഞാൻ ഇത് 2 ഭാഗമായിട്ട് മാറ്റുന്നുണ്ട്. 50-50 ആക്കും. ഹാഫ് പോർഷൻ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഒന്നിൽ ഒരു സാധനവും മറ്റേ പോർഷനിൽ വേറൊരു സാധനം, അങ്ങനെ രണ്ട് ഐറ്റംസാണ് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. You should never give her up. I think it's the way life changes when in love, yeah. I surround my soul with the positivity. That's why I don't worry about the things that I don't see, yeah. These days I don't worry about much. I think we should have some more fun. I still നമ്മൾ ബ്ലെൻഡർ വാങ്ങിയിട്ട് കുറച്ചല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിർത്തി തിക്കാവുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ നമ്മളെ സോപ്പിൻ്റെ ബാറ്ററി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് രണ്ടെണ്ണമായിട്ട് പാർട്ടീഷൻ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്യണ്ട, കാരണം നമുക്ക് വീണ്ടും പൗഡേഴ്സ് നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മുടെ കോഫി പൗഡറും ഒന്നിൽ ആഡ് ചെയ്യുന്നത് മിൽക്ക് പൗഡറും ആണ് കേട്ടോ. അപ്പോൾ 2 പൗഡർ ആയതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ വല്ലാതെ തിക്കായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്മൂത്തായിട്ട് നമ്മുടെ മോൾഡിലേക്ക് ഇത് ഒഴിക്കാൻ പാടായിരിക്കും. ഇപ്പം ഞാൻ രണ്ടും വേറെ പാർട്ടീഷൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. 2 പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഒന്നിൽ ഞാൻ കോഫി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കോഫി പൗഡർ ആഡ് ചെയ്തിട്ടുള്ളത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. I'm the one, you should never give her up. I think it's the way life changes when in love, yeah. I surround my soul with the positivity. That's why I don't worry about the things that I don't see, yeah. These days I don't worry about much. I think we should have some more fun. I still dream about the days when we were young. I'll take a hit and still finish in one, yeah, yeah. Too far away from our hearts, yeah, yeah.
അപ്പോൾ ദേ നമ്മുടെ കോഫി പൗഡർ ആഡ് ചെയ്തിട്ടുള്ള നമ്മുടെ സോപ്പ് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിൽ എക്സ്ട്രാ കളേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറൽ ക്ലേസൊക്കെ വാങ്ങിക്കാൻ കിട്ടും സോപ്പിൽ ആഡ് ചെയ്യുന്ന. അതൊന്നും യൂസ് ചെയ്തിട്ടില്ല. നോർമൽ കോഫി പൗഡർ തന്നെയാണ് ഞാനിതിൽ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളറ് കുറവാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലേ വാങ്ങിയിട്ട് ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല ഡാർക്ക് ഷെയ്ഡിൽ കിട്ടുന്നതാണ്. ഞാനിത് നോർമൽ ഷെയ്ഡിലാവട്ടെ എന്ന് വിചാരിച്ചിട്ട് കോഫി പൗഡർ മാത്രമാണ് ആഡ് ചെയ്തത്. അതിനോടാണ് ഇതിന് കുറച്ച് കളറ് കുറവായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഒരുപാട് തിക്കാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നല്ല തിക്കായിട്ട് വേണം, അങ്ങനെ വേറെ എന്തെങ്കിലും വലിയ ലെവലിലുള്ള ഡിസൈനൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നതാണ് കേട്ടോ. പെട്ടെന്ന് തിക്കാവും നമ്മൾ പൗഡേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അടുത്ത ബാറ്ററിലേക്ക് ഓയിൽ കാസ്റ്റിക് സോഡ മിക്സിലേക്ക് ഞാൻ രണ്ടാമതായിട്ട് ചേർക്കുന്നത് നമ്മുടെ മിൽക്ക് പൗഡർ ഇല്ലേ, അതാണ്. ഇതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മിൽക്ക് പൗഡർ നമ്മൾ ഈ ഒരു ഓയിൽ കാസ്റ്റിക് സോഡ മിക്സിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഇത് പെട്ടെന്ന് തന്നെ തിക്കായി പോകും കേട്ടോ. നല്ല കട്ടിയാവാനുള്ള ചാൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല ഹൈ ലെവലിലുള്ള എന്താ പറയുക ഡിസൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് തിക്കാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അത്ര വലിയ ഡിസൈനും കാര്യങ്ങളും ഒന്നും ചെയ്യാനുള്ളൊരു സെറ്റപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്ര തിക്കാക്കി എടുക്കുന്നില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ എടുക്കുന്നുണ്ട്. ഇതൊന്നുമല്ല നമ്മുടെ ഈ ഒരു സോപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു സോപ്പ് മിക്സ് ചെയ്തെടുക്കുന്ന, അതായത് നമ്മൾ ഈ സോപ്പിൻ്റെ ഒരു മിക്സ് ഒഴിച്ച് വെക്കാനെടുക്കുന്ന നമ്മുടെ മോൾഡാണ് ഇതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു സാധനം. അതെന്താ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ കോഫി പൗഡർ ആഡ് ചെയ്തിട്ടുള്ള ബാറ്ററിലേക്ക് മിൽക്ക് പൗഡർ ആഡ് ചെയ്തിട്ടുള്ള ബാറ്റർ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മോൾഡ് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ മോൾഡ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പുട്ട് ചുട്ടെടുക്കുന്ന പുട്ടുകുറ്റിയാണ് കേട്ടോ. ഇതിൽ സെറ്റാക്കാമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഞാനിങ്ങനെ അടുക്കളയിൽ കൂടെ നടന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ കണ്ണിൽ ഉടക്കിയൊരു സാധനമാണിത്. ഇത് നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്നതല്ല, നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതൊരു മൂലയിൽ ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമ്മുടെ മിൽക്ക് സോപ്പ് ഇതിൽ എന്താ പറയുക സെറ്റാക്കിക്കൂടാ എന്നുള്ളൊരു കാര്യം ഇങ്ങനെ മൈൻഡിലേക്ക് വന്നു. അപ്പോൾ ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല. പെട്ടെന്ന് തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചു. ഞാനതിൻ്റെ അടിയിൽ പുട്ടിൻ്റെ ആ ചില്ലുണ്ടല്ലോ, ആ ചില്ലിട്ടിട്ടുണ്ട് കേട്ടോ. ആ ഒരു ചില്ലിൻ്റെ അതേ വലുപ്പത്തിന് തന്നെ ഞാനൊരു ബട്ടർ പേപ്പർ കൂടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചില്ല് അടിയിലിട്ടു, അതിൻ്റെ മേലെ ബട്ടർ പേപ്പർ വെച്ചു. അങ്ങനെയാണ് സെറ്റാക്കിയത്. പക്ഷെ അത് മാത്രമല്ല, ആ കുറ്റിയിൽ അടിവശം മുതൽ മേൽഭാഗം വരെ ഞാൻ നന്നായിട്ട് ഓയിലൊക്കെ തേച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലാണ് നമ്മുടെ ഈ ഒരു ബാറ്റർ ഒഴിക്കുന്നത്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എനിക്കറിഞ്ഞൂടെ ഇങ്ങനെയൊക്കെ ആരോ സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യമൊന്നും. എന്തായാലും എനിക്കിങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാമല്ലോ, അങ്ങനെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. ആദ്യം ഞാൻ കുറച്ച് ഒഴിച്ച് നോക്കി, മീൻസ് അടിയിൽ ലീക്കേജ് അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് അറിയണമല്ലോ. ഒറ്റൊരു ബട്ടർ പേപ്പർ മാത്രമേ അടിയിൽ വെച്ചിട്ടുള്ളൂ. അപ്പം എന്താ എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ടേ ഞാൻ ആദ്യം കുറച്ച് നേരം ഒഴിച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കി. എന്നിട്ട് മെല്ലെ അതെടുത്ത് പൊക്കി നോക്കി അടിവശത്ത് ലീക്ക് ഉണ്ടോ എന്നുള്ള കാര്യം. അപ്പം നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അതിന് ശേഷമാണ് ഞാൻ കുറച്ചുകൂടെ അതിലേക്ക് ഒഴിച്ചു നോക്കി കേട്ടോ. മീൻസ് രണ്ട് ഷെയ്ഡിൽ നമുക്ക് കിട്ടണം. ഞാൻ ആദ്യം ആ ഒരു കോഫിയുടെ ആ ഒരു മിക്സിലേക്ക് വൈറ്റ് കളറ് നമ്മുടെ മിൽക്ക് പൗഡറിൻ്റെ ബാറ്ററി ഒഴിച്ചതാണ്. അപ്പോൾ രണ്ട് ഷെയ്ഡും കൂടി മിക്സായിട്ട് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇങ്ങനെ ചെയ്ത് നോക്കുന്നത് കേട്ടോ. അപ്പം ഞാനൊരു 1/4 ഭാഗത്തോളം വീണ്ടും ഒഴിച്ചു. കാരണം ഇത് എന്താ പറയുക, ഈ സാധനം ഒഴിക്കുന്നതിനനുസരിച്ച് അടിവശത്തൂടെ ലീക്കായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് അത്രയും വേസ്റ്റായി പോവുമല്ലോ, നമ്മൾ എടുത്തിട്ടുള്ള സാധനങ്ങൾ വേസ്റ്റായി പോവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും 1/4 ഭാഗം കൂടി ഒഴിച്ചു. പിന്നെ ഒഴിച്ചതിന് ശേഷം ഞാൻ വീണ്ടും ആ ഒരു ബാറ്ററി മാറ്റി വെച്ചു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് ഒഴിക്കുന്നതിനനുസരിച്ച് ഈ സാധനം
കട്ടി കൂടുമല്ലോ. അടിയിൽ നമ്മൾ ചില്ലിട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ ബട്ടർ പേപ്പറും വെച്ചതാണ്. എന്നാലും സൈഡിലൂടെയൊക്കെ ലീക്ക് വരുമോ എന്നുള്ളൊരു പേടി കാരണം ഞാൻ പിന്നെ ആ കാൽഭാഗം ഞാൻ അവിടെ വെച്ച് നിർത്തി. എന്നിട്ടും ഇത് നിറയുന്നില്ല. ഇനിയും ഒഴിക്കാനുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. നിങ്ങൾ കാണുന്നില്ല ആ ജാറിൻ്റെ അകത്ത് കുറച്ചുകൂടി ഉണ്ട്. കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ബാക്കിയും കൂടി ഒഴിച്ചു കേട്ടോ. മേലെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ടാണ് ഞാൻ ഒഴിച്ച് നിർത്തിയത്. വേണമെങ്കിൽ മേലെ വരെ ഒഴിക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്തായാലും അവിടെ വെച്ച് നിർത്തി. കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, നോക്കി. പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അടിയിൽ ലീക്കേജും കാര്യങ്ങളൊന്നും കാണുന്നില്ല. കണ്ടോ, ഇത്രയും ഭാഗം ഞാനൊരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് ഞാനത് നിർത്തി വെച്ചത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. എന്നിട്ടും നമ്മുടെ ജാറിൽ പിന്നെയും ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ പ്രോഡക്റ്റ്. അത് ഞാൻ പിന്നെ വേസ്റ്റ് ആക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ മറ്റേ മോൾഡില്ലേ, ഓവൽ ഷേപ്പിലുള്ള മോൾഡ്, അതിൽ ഒഴിച്ച് വെച്ചു. ഞാൻ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു പരിപാടിക്ക് നിന്നത്. ഒരു 5 മണി 6 മണി സമയമായപ്പോൾ തന്നെ നമ്മുടെ മോൾഡിൽ ഒഴിച്ചിട്ടുള്ള സോപ്പ് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഈ കാണുന്ന ഡാർക്ക് കളറൊന്നും ഉണ്ടാവില്ല കേട്ടോ, അത് ഉണങ്ങുന്നതിനനുസരിച്ച് നാച്ചുറലായിട്ടുള്ള കളറിലേക്ക് മാറുന്നതാണ്. പിന്നെ നമുക്ക് ഏകദേശം 7 സോപ്പ് മോൾഡിൽ മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കുട്ടിയിൽ ഒഴിച്ചിട്ടുള്ള സോപ്പിൻ്റേത് നമുക്ക് നമ്മുടെ അളവിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കണം. എത്ര എണ്ണം കിട്ടും എന്നുള്ളത് അറിഞ്ഞുകൂടാ. നമുക്ക് അൺമോൾഡ് ചെയ്തെടുത്തതിന് ശേഷം നോക്കാം. ഏകദേശം ഒരു 5-6 മണിയാകുമ്പോഴത്തേക്ക് നമ്മുടെ മോൾഡിലുള്ള സോപ്പ് ഏകദേശം ഈ കളറായി. കണ്ടോ, നേരത്തെ ഒഴിച്ചപ്പോൾ ഉള്ള കളറല്ലല്ലോ, മാറിയില്ലേ? യെസ്, ഇത് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒറിജിനൽ കോഫി മിൽക്ക് സോപ്പാണ്. അപ്പോൾ കുറ്റീൻ്റെ മേലെ ഞാൻ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തു. പിന്നെ തണുപ്പൊക്കെ ആണല്ലോ, അപ്പോൾ അത് കാരണം ഞാൻ ഈ ഒരു കുറ്റി മൊത്തത്തിൽ 2-3 തുണിയൊക്കെ വെച്ചിട്ട് നല്ല ചൂട് കിട്ടാൻ വേണ്ടിയിട്ട്, സെറ്റാകാൻ വേണ്ടിയിട്ട് തുണിയൊക്കെ വെച്ചിട്ട് ചുറ്റിക്കെട്ടി വെച്ചിട്ടുണ്ട്. റൂമിൽ സ്റ്റീലാണ്, തണുപ്പുമാണ്, മഴയാണ്. അപ്പോൾ എന്താ പറയുക, അത് മോൾഡിൽ നിന്ന് വിട്ട് വരാനും സെറ്റാവാനും കുറച്ച് ടൈം പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ആണ് കേട്ടോ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഈ ഒരു ചാനലിൽ സോപ്പ് ഉണ്ടാക്കുന്നതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം.